ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും അറിയുന്നതാവാം, അല്ലെങ്കിൽ പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ എന്നാലും ചിലരൊക്കെ ചിലത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലർ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു മോട്ടിവേഷനും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ബെഡ്റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടിക്കുടഞ്ഞ് വിരിച്ചിടുകയാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. രാവിലെ ഫ്രഷ് മൈൻഡോട് കൂടി ഒരു ദിവസം തുടങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും കൂടിയാണ് മനസ്സിനുണ്ടാവുക. അതുപോലെ ചെറിയ വീടോ വലിയ വീടോ എന്നൊന്നും ഉള്ളതിൽ ഒരു കാര്യമില്ല. വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളത് വൃത്തിയായിട്ട് എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യം. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. രാവിലെ എണീക്കുമ്പോൾ ബെഡ് വൃത്തിയാക്കി ഇടണം, എല്ലാം നീറ്റാക്കി ഇടണം, രാവിലത്തെ ഒരു ദിവസം അങ്ങനെ തുടങ്ങുമ്പോൾ വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറിയ കുട്ടികളാവുമ്പോൾ അങ്ങനെ അവർ കറക്റ്റായിട്ടൊന്നും ചെയ്യത്തില്ല. എനിക്ക് 2 മക്കളുണ്ട്, അവരും കറക്റ്റായിട്ടൊന്നും ചെയ്യാറില്ല, വളരെ മടിയന്മാരാണ്. പക്ഷേ എന്നാലും ഞാനിങ്ങനെ അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. എല്ലാ ദിവസമൊന്നും പറ്റാറില്ല, എങ്കിലും പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ അവരെ വഴക്ക് പറയും. അവർ നിർബന്ധിച്ചാലും ചിലപ്പോൾ ചെയ്യാറില്ല, ചിലപ്പോൾ നല്ല വഴക്ക് പറയേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുക. പക്ഷേ എന്നാലും എനിക്കറിയാം, കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് വലുതായ ശേഷം അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒരുപാട് നിർബന്ധിച്ച് ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ നമ്മുടെ ബെഡ്റൂമിൻ്റെ കർട്ടൻസ് എല്ലാം ഒന്ന് പൊക്കി വെച്ച ശേഷം ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുകയാണെങ്കിൽ ആ ഒരു കാറ്റും വെളിച്ചമൊക്കെ കയറി അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി റൂമിനകത്തും ഉണ്ടാവും. അതുപോലെ തന്നെ വാഷ് ചെയ്യാനുള്ള തുണികൾ കുന്നുകൂട്ടി ഇടാതെ നമ്മൾ വാഷ് ചെയ്യാനുള്ള അന്നന്ന് തന്നെ ഓരോ ദിവസത്തെ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതും നമ്മുടെ വീട് വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ശീലങ്ങളിലൊന്നാണ്. പിന്നെ ചിലരൊക്കെ ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ തുണി കഴുകിയെടുക്കാറുണ്ട്. അത് ജോലിക്ക് പോകുന്നവരും പിന്നെ അതുപോലെ കുറച്ച് തിരക്കുള്ളവരും കുറേ ആളുകൾ ഫാമിലിയിൽ കുറേ മെമ്പേഴ്സ് ഉള്ളവരും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ തന്നെ ഒന്നരാടം വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ തുണി ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് കഴുകാനും മടക്കാനും എല്ലാം ബുദ്ധിമുട്ടായി മാറും. അതുപോലെ തന്നെ വീടും വളരെയധികം വൃത്തികേടായി മാറാനും കാരണമാവും. നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള തുണികൾ അന്നെന്നുള്ളത് അന്നന്ന് തന്നെ മടക്കി വയ്ക്കാനും കൂടി ശ്രമിക്കണം. അതവിടെ കൂടിക്കിടന്ന് കഴിഞ്ഞാൽ അത് ഇരട്ടിപ്പണിയായി മാറും. ഫോൾഡ് ചെയ്ത തുണികൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് വെക്കേണ്ട സ്ഥലത്ത് വൃത്തിയായി അടുക്കി പെറുക്കി വെക്കാനും കൂടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയ അതെപ്പോഴും നീറ്റാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വന്നാൽ ആദ്യം അവർ കയറി വന്നിരിക്കുക ഈ ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അത് നീറ്റാക്കി ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ അത് വൃത്തിയാക്കി ഇടാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ വീടുകളിലും കാണുന്ന ഒരു കാര്യമായിരിക്കാം നമ്മുടെ റിമോട്ടും കാര്യങ്ങളും എല്ലാം സോഫയുടെ മുകളിലോ അല്ലെങ്കിൽ ടീപ്പോയിലോ ഒക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. അതൊക്കെ രാവിലെ തന്നെ എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് അതിനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ച് ടീപ്പോയിയൊക്കെ രാവിലെ ഒന്ന് തുടച്ചിടാം. മിക്ക വീടുകളിലും സാധാരണയായി കാണുന്ന ഒരു കാഴ്ചയാണ് ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുക എന്നുള്ളത്. ആ ഒരു ശീലം മാറ്റിയാൽ തന്നെ നമ്മുടെ വീട് പകുതി വൃത്തിയായ പോലെയാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അതൊന്നും അങ്ങനെ പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി മാറ്റി അത് തുടച്ച് വൃത്തിയാക്കി ഇടണം. അപ്പോൾ തന്നെ അത് വീടിൻ്റെ ഒരു പകുതി ഭാഗം വൃത്തിയായ പോലെ തോന്നാറുണ്ട്. അടുത്തതായി നമ്മൾ ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാഷ് ബേസിനും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളും.
അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ബ്രഷ് അവിടെ അതിൻ്റെ അടുത്തായിട്ട് വെക്കാൻ വേണ്ടി ഓർക്കണം. കാരണം നമ്മൾ എപ്പോഴെങ്കിലും കൈ കഴുകാൻ പോകുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ അതുവഴി അങ്ങ് പാസ് ചെയ്യുമ്പോഴായിക്കോട്ടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് അത് ഒരു ബ്രഷ് അടുത്തുണ്ടെങ്കിൽ നമുക്ക് പറ്റും. കാരണം അതിന് അധികം സമയമൊന്നും വേണ്ടല്ലോ, 1-2 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രഷ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ സൊല്യൂഷനോ ഒന്നും തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ കഴുകുന്ന ഹാൻഡ് വാഷ് തന്നെ അവിടെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡ്രോപ്സ് ഉറ്റിച്ച ശേഷം അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ടാൽ മതി. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ അടുത്തുള്ള പൈപ്പ് നല്ലപോലെ കഴുകി തുടച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അതിൽ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ പാടുകളൊക്കെ ആയിട്ട് പിന്നെ അത് പോകാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളും ആ പൈപ്പും ഒക്കെ നല്ലപോലെ ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ച് നല്ല ഡ്രൈ ആക്കി ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള മിറർ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം എപ്പോഴെങ്കിലും ഒന്ന് മുഖം നോക്കുമ്പോൾ അതിലിങ്ങനെ പുള്ളിയും പാടും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ അതെപ്പോഴും ക്ലീനാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് വാഷ് വെക്കുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് നീറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് പൊടി ഭയങ്കര കൂടുതലാണ്. എന്നും തുടച്ചാൽ തന്നെ അത് പൊടി വൈകുന്നേരം രാവിലെ തുടച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പൊടിയാവും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് വീട് എപ്പോഴും കിടക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത ശേഷം അതിലുള്ള വെള്ളം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം അത് ഡ്രൈ ആക്കി വയ്ക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ചവിട്ടി റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ വൃത്തികേടാവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബാത്റൂംസിൻ്റെ ഡോറിൻ്റെ എല്ലാം മുന്നിലായിട്ട് നമ്മൾ വെള്ളം വലിച്ചെടുക്കാൻ പാകത്തിനുള്ള മാറ്റി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് റൂമൊക്കെ നീറ്റാക്കിയിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിക്കും. ഇനി നമുക്ക് അടുക്കളയിൽ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗ എപ്പോഴും വളരെ നീറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട വേറൊരു ഏരിയയാണ് നമ്മുടെ സിങ്ക്. നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ ശേഷം പാത്രങ്ങൾ കുന്നുകൂടി ഇടാണ്ട് അത് പാത്രങ്ങൾ വരുന്ന അപ്പം തന്നെ കഴുകി വെക്കാൻ പരമാവധി ശ്രമിക്കണം. എപ്പോഴൊന്നും എനിക്ക് നടക്കാറില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ വിടുന്ന സമയത്തൊക്കെ പാത്രങ്ങളിങ്ങനെ നിറയാറുണ്ട്. എങ്കിലും പരമാവധി അത് കഴുകി വെക്കാൻ അപ്പോൾ കഴുകി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതെല്ലാം കഴിഞ്ഞ ശേഷം നല്ലപോലെ സിങ്ക് വൃത്തിയായി കഴുകി തുടച്ചിടാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ സിങ്കെല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്തുള്ള പൈപ്പും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് അത് തുടച്ച് ഉണക്കി വയ്ക്കാനും കൂടി ശ്രദ്ധിക്കണം. അതിൽ വെള്ളമൊക്കെ ഇരുന്നാൽ അതിൽ പാടുകളൊക്കെ ഉണ്ടാവും. അത് പിന്നെ അത്ര വൃത്തിയായിട്ട് നമുക്ക് പിന്നെ തോന്നത്തില്ല. അതുകൊണ്ട് അത് കഴുകിയ ഉടനെ അത് തുടച്ചും കൂടി വയ്ക്കാൻ വേണ്ടി ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാനും കൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ അടുക്കള വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് ഇടാതിരിക്കുക. അതിന് അവിടെ ഇങ്ങനെ കൂടുതലും കാലിയാക്കി ഇടുന്നതായിരിക്കും എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവുക. അത്യാവശ്യമുള്ള ഒരു സ്പൂണ് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ അത്യാവശ്യം എടുക്കേണ്ട ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ പഞ്ചസാരയുടെയൊക്കെ പാത്രങ്ങളോ അങ്ങനെയൊക്കെ അത്യാവശ്യം എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മേലെ വയ്ക്കാൻ നോക്കുക. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഒഴിച്ചിടാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുക്കള എപ്പോഴും വൃത്തിയാക്കി ഇരിക്കുന്ന പോലൊരു ഫീൽ ഉണ്ടാകുന്നത്. അടുത്തതായി കിച്ചൺ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ അടുക്കളയിൽ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ടവൽ വെക്കുക എന്നുള്ളത്. അത് വെച്ചാൽ മാത്രം പോരാ, അത് അഴുക്കാവുമ്പോൾ എടുത്ത് മാറ്റി മറ്റൊന്ന് വെക്കാനും കൂടി ശ്രമിക്കണം.
അടുത്തതായി നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ കയറി വരുന്ന ഒരു ഭാഗത്ത് കോലായിൽ എന്ന് പറയും, അല്ലെങ്കിൽ വരാന്ത, അവിടെയായിട്ട് ഒരു മാറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് കുട്ടികളൊക്കെ ഓടി കളിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോൾ ചെളിയും മണ്ണും ഒന്നും കൂടുതലായിട്ട് അകത്തേക്ക് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പുകൾ അതൊക്കെ അത് വെക്കേണ്ട സ്ഥലത്ത് വൃത്തിയായി എടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിങ്ങനെ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. അതൊക്കെ നല്ല വൃത്തിയായി കഴുകി അടുക്കി പെറുക്കി വെക്കേണ്ട സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെ പുറമെ നമ്മുടെ വീട് നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വീട് എന്നും അടിച്ചു വാരി ഇടുക എന്നുള്ളത്. പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും അടിച്ചു വാരി ഇടണം. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ 2 നേരം ഒന്നും അടിച്ചാൽ പോരാ, എങ്കിലും ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും വീട് അടിച്ചു വാരി ഇടുക. അതുപോലെ തന്നെ വീട് തുടയ്ക്കുന്ന കാര്യം ഡെയിലി തുടയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരുപാട് പൊടിയുള്ളൊരു സമയമാണിപ്പോൾ. ഇല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും വീട് തുടച്ച് വൃത്തിയാക്കി ഇടുക. എൻ്റെ വീട് എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ ബൈ.